ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. സോ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ്. എനിക്ക് ബർത്ത്ഡേ ആയിട്ട് 12 മണിയായപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും എനിക്ക് സർപ്രൈസ് തന്നു. അപ്പം ഞാൻ ഇനി അവരാരും അറിയാണ്ടാണ് മുടി വെട്ടാൻ പോകുന്നത്. അപ്പോൾ മുടി വെട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ സർപ്രൈസ് ആക്കും. സോ നമുക്ക് വീഡിയോയിൽ കാണാം. ബൈ. സോ ഗൈസ്, നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞ് നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പോകാം. പുളിമിഠായിയൊക്കെ കിട്ടി താനോക്കിന്ന്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ ഡിഗ്രി പഠിച്ച പനമ്പള്ളി കോളേജിലാണ്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഗുഡ് മെമ്മറീസ്, ഒരുപാട് ബാഡ് മെമ്മറീസ് അല്ലേ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളാണ് കൂടുതലും ഇപ്പോൾ ഈ ഒരു കോളേജിനെ പറ്റി ആലോചിക്കുന്ന ഓർമ്മകൾ. ഞാനാടാം. അയ്യോ, നേരെ പോണില്ലോ. സോറി ഗൈസ്, ഈ ഊഞ്ഞാലിൻ്റെ കെട്ടി വെച്ചാൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചെരിഞ്ഞാണോ ആടണത്. കോളേജ് കാണിച്ചു തരാം. ഇപ്പോൾ ലീവായതുകൊണ്ട്, വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഇല്ല ഇവിടെ, ഒഴിഞ്ഞു കിടക്കണം. ഇനി ഇവിടെ നിറയെ കുട്ടികളും ക്ലാസ് പീരീഡ് കട്ട് ചെയ്ത് ഫ്രീ പീരീഡ് അലിഞ്ഞിരിഞ്ഞ് കിടക്കുക, ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുക, പുറത്തെ ബേക്കറിയിൽ പോയി ഭക്ഷണം കഴിക്കുക, അവിടെ ഇവിടെയും പോയി വെറുതെ ഇരിക്കുക. ഇതൊക്കെയായിരുന്നു അവിടെ പഠിക്കുമ്പോൾ ഹോബീസ്, ഗുഡ് ഹോബീസ്. കോളേജിൽ പറഞ്ഞാൽ ക്ലാസ്സിൽ കയറാനല്ല, കൂട്ടുകാരെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, വർത്താനം പറഞ്ഞിരിക്കുക. ഉച്ചയാകുമ്പോൾ കടയിൽ പോവുക, ബിരിയാണി കഴിക്കുക, ചോറ് കഴിക്കുക, വാശാൻ്റെ കടയുടെ അടുത്താണ്. വാശാൻ്റെ കടയിൽ പോയി ഊണ് കഴിക്കുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഹോബീസ്. ഇതാണ് ഞങ്ങളുടെ പനമ്പള്ളി കോളേജ്. ക്ലാസ് കട്ട് ചെയ്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ സ്പോട്ടാണിത്. ഇവിടെ വന്നിരിക്കുക, സ്റ്റെപ്പിൽ വന്നിരിക്കുക, വെറുതെ എന്തെങ്കിലുമൊക്കെ തള്ളു പറഞ്ഞിരിക്കുക. പിന്നെ ഞങ്ങൾ ഇവിടെ മറ്റേ കട്ടകളൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. കുറച്ചും കൂടെ തിങ്ങി മരങ്ങളുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞതൊരു കോളേജ് ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലല്ല കേട്ടോ ഈ വീഡിയോ. നമ്മൾ ബർത്ത്ഡേ വ്ളോഗായിരുന്നു. പിന്നെ കോളേജിലേക്ക് വരുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ കോളേജ് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വരാന്തകൾക്കും ഒരുപാട് കഥകളുണ്ട് പറയാനായിട്ട്. ആസ് യൂഷ്വൽ കോളേജിൽ പട്ടികൾ സ്വാഭാവികമാണല്ലോ. അപ്പോൾ അവിടെ 2 പട്ടികളുണ്ട്. ഞങ്ങളുള്ള ടൈമിലുള്ള പട്ടികളല്ല, അവരൊക്കെ ഇവിടെ നിന്ന് പോയി തോന്നുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞങ്ങളുള്ള ടൈമിൽ D-Zone ഈ കോളേജ് ആയിരുന്നു. അപ്പോൾ വരച്ച തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു അടിപൊളി ഫ്രെയിം. ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ്. ഞങ്ങളുടെ യൂണിയൻ റൂം. പിന്നെന്താ, നമുക്ക് ഇവിടെ കുറച്ചേരം ഇരിക്കാം. ഓക്കെ, ആഫ്റ്റർ
ബർത്ത്ഡേ ഉച്ചക്ക് എന്നിട്ട് വാങ്ങിച്ചാണ് എനിക്ക് ബിർനാണി കാലിക്കറ്റ് മൈൻഡ് സ്പേസ് ബിർനാണി. പിടിച്ചിരുന്നു. Makeup, something I had to earn, but it's water in the morning and letting my body learn. This clean skin, soft light, this rest that shows in my eyes. ബർത്ത്ഡേ ആയിട്ട് നമുക്കൊരു ബഡാ ഗിഫ്റ്റ് അല്ലേ കഴിച്ചപ്പോൾ പോലും നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ കാലിക്കറ്റ് മൈൻഡ് സ്പേസിലെ പുതിയ ഷോപ്പ് ഇന്നായിരുന്നു ഓപ്പൺ എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ നേരത്തെ ഒരു പൈസ കാണിച്ചില്ല, ഫ്രീ ആണെന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് ചിക്കൻ ബിരിയാണി ഫസ്റ്റ് കസ്റ്റമർ ആയിരുന്നു. ഷോപ്പിലെ ഫസ്റ്റ് കസ്റ്റമർ ആയിരുന്നു ഞങ്ങൾ, കാലിക്കറ്റ് മൈൻഡ് സ്പേസ്. ഇനി അവിടുത്തെ കച്ചവടം അങ്ങനെ പൊടിക്കട്ടെ അല്ലേ? ഓക്കെ. ബർത്ത്ഡേ എനിക്ക് കാലിക്കറ്റ് മൈൻഡ് സ്പേസിന് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടി. ഇവരുടെ ഓപ്പണിംഗ് ഡേ ആണ് ഇന്ന്. ഫസ്റ്റ് കസ്റ്റമർ ഞങ്ങളായിരുന്നു. സോ ഹാപ്പി. When I don't need a proof, when I say no without guilt. ഇനി നമുക്ക് അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് കാണാം. ഞാൻ മുന്നേ വളരെ വീഡിയോ നല്ല കുട്ടിയെ വന്നു.